ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ദേവീ മഹാത്മ്യം മധ്യമചരിതം അധ്യായം 4. ശക്രാധികൃത ദേവീസ്തുതി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശക്രൻ എന്നാൽ ഇന്ദ്രൻ. ഇന്ദ്രന്മാരും മറ്റ് ദേവന്മാരും ചെയ്ത ദേവീസ്തുതി. സുമേധസ് മഹർഷി സുരത മഹാരാജാവിനോട് പറയുകയാണ്. ആ ദേവിയാൽ അതിബലമുള്ള അസുരന്മാരുടെ സൈന്യവും ഒപ്പം ദുരാത്മാവായ മഹിഷാസുരനും കൊല്ലപ്പെട്ടപ്പോൾ ഇന്ദ്രൻ മുതലായ ദേവഗണങ്ങൾ നമസ്കാരങ്ങളെ കൊണ്ട് കുനിഞ്ഞ കഴുത്തുകളോടും സ്കന്ധങ്ങളോടും നന്നായി കുനിഞ്ഞപ്പോൾ നടുവളഞ്ഞ പോലെ അത്രയും കുനിഞ്ഞിട്ടാണ് ദേവിയെ നമസ്കരിക്കുന്നത്. ഇനി അവരുടെ ശരീരത്തെക്കുറിച്ച് പറയുന്നു. അത്യധികമായ സന്തോഷം കൊണ്ട് ഉണ്ടായ ആ പുളകം, അങ്ങനെ പുളകത്തിൽ നിന്നുണ്ടായ രോമാഞ്ചവുമൊക്കെയായിട്ട് രോമാഞ്ച ഉത്ഭവം നിമിത്തം മനോഹരമായ ദേഹത്തോടു കൂടിയ ആ ദേവന്മാരൊക്കെ തങ്ങളുടെ വാക്കുകളെ കൊണ്ട് ആ മഹാലക്ഷ്മിയെ സ്തുതിച്ചു. ചണ്ഡികാദേവിയാൽ ആ യുദ്ധത്തിൽ മഹിഷാസുരനും എല്ലാ സൈന്യവും കൊല്ലപ്പെട്ടതിൻ്റെ ആ ഒരു സന്തോഷം അത് ഇന്ദ്രനെയും മറ്റ് ദേവന്മാരെയും അത്രയധികം സന്തോഷത്തിലാക്കി. ആ സന്തോഷാധിക്യം ഒരു സ്തുതിയായി പുറത്തേക്ക് വന്നു. നന്നായി കുനിഞ്ഞിട്ടാണ് ആ ദേവഗണങ്ങൾ ദേവിയെ സ്തുതിക്കുന്നത്. സകല ദേവഗണങ്ങളുടെയും ശക്തികൾ ഒത്തുചേർന്നിട്ടാണ് ദേവി രൂപാന്തരപ്പെട്ടത്. അങ്ങനെ ഉണ്ടായ ശരീരത്തോടു കൂടിയ ഏതൊരു ശക്തിയാലാണോ, ഏതൊരു ദേവിയാലാണോ, അങ്ങനെ ദേവിക്ക് സ്വന്തമായൊരു ശക്തി ഉണ്ടായി വന്നു. ദേവിക്ക് സ്വന്തമായി അതിഭയങ്കരമായൊരു ശക്തി ഉണ്ടായി വന്നു. അതിനാൽ ഈ പ്രപഞ്ചം മുഴുവൻ ആ ശക്തി വ്യാപിക്കപ്പെട്ടു. ഏതൊരു ശക്തിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കപ്പെട്ടുവോ എല്ലാ ദേവന്മാരും മഹർഷിമാരാലും പൂജിക്കപ്പെടാൻ യോഗ്യമായ ആ ചണ്ഡികാദേവിയെ ഭക്തിയോടുകൂടെ ബ്രഹ്മാവോ സർവ്വ ഐശ്വര്യ സമ്പന്നനായ ഭഗവാൻ മഹാവിഷ്ണുവോ മഹാദേവന് പോലും സാധിക്കുകയില്ല. അവരുടെ നാവ് മതിയാവുകയില്ല ദേവിയുടെ ആ മഹാത്മ്യത്തെ വാഴ്ത്തുവാൻ. ആ ദേവിയാകട്ടെ സകല ജഗത്തിനെയും നല്ലവണ്ണം സംരക്ഷിക്കുന്നതും അശുഭമായ കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഭയത്തിൻ്റെ നാശത്തിനും ബുദ്ധിയെ ചെയ്യുമാറാകട്ടെ. യാതൊരു ദേവി പുണ്യവാന്മാരുടെ ഭവനങ്ങളിൽ സമ്പത്ത് ഐശ്വര്യവതിയായിട്ടിരിക്കുന്നു, അതേ ദേവി തന്നെയാണ് പാപിയുടെ ഗൃഹങ്ങളിൽ അശ്രീയായിട്ടും അലക്ഷ്മിയായിട്ടും ഇരിക്കുന്നത്. ചെയ്യേണ്ടത് ചെയ്യാനറിയാവുന്ന പണ്ഡിതന്മാർ വിദ്വാൻമാരുടെ ഹൃദയങ്ങളിൽ ഇതേ ദേവി ബുദ്ധിയായിട്ടിരിക്കുന്നു. സജ്ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ശ്രദ്ധ, സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ശ്രദ്ധ, സത്കർമ്മനിഷ്ഠയായും ഇനി സത്കുലങ്ങളിൽ ജനിച്ചവരുടെ ഹൃദയങ്ങളിൽ തെറ്റ് ചെയ്യാനുള്ള മടി, അങ്ങനെയുള്ളവർക്ക് വേണമെന്ന് വെച്ചാൽ പോലും തെറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവരുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ലജ്ജ, തെറ്റ് ചെയ്യാനുള്ള ആ ഒരു മടി ഉണ്ടാകും. തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ആരോ അവരെ പിടിച്ചു വയ്ക്കും. ഇങ്ങനെ ലജ്ജയായും ഭവിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള അങ്ങയെ നമസ്കരിക്കുന്നവരായി ഞങ്ങൾ ഭവിക്കുന്നു. ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കൂ ദേവി. നിരന്തരമായ ഭക്തിയിലൂടെ നമുക്ക് നമ്മുടെ മനസ്സ് പരിശുദ്ധമാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമാണ്. അങ്ങനെയുള്ള മനസ്സോടു കൂടിയവരുടെ ഉള്ളിൽ ദേവി സദാ ഇരിക്കുന്നു. അല്ലയോ ദേവി, എല്ലാ അസുരഗണങ്ങൾക്കും ദേവഗണങ്ങൾക്കും അവർക്കാർക്കും ഇങ്ങനെ ഒരു രൂപത്തെ മുൻപ് പരിചയമില്ല, കണ്ടിട്ടില്ല. മാത്രമല്ല ഇനി പറഞ്ഞു കൊടുത്താലും അവരുടെ ഉള്ളിൽ അതങ്ങ് ചിന്തിച്ചുറപ്പിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് പറയാണ് ദേവി, അങ്ങയുടെ രൂപം അചിന്ത്യമാണ്. അങ്ങനെയുള്ള അങ്ങയുടെ ഈ രൂപത്തെ ഞങ്ങൾ എന്ത് പറഞ്ഞാണ് വർണ്ണിക്കേണ്ടത്? ഒരുപാട് അസുരന്മാരെ നശിപ്പിക്കുന്ന അത്യുത്കൃഷ്ടമായ അങ്ങയുടെ പരാക്രമത്തെയും ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കും? അതൊന്നും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കുന്നതല്ല. യുദ്ധങ്ങളിൽ യാതൊരു അത്യുത്കൃഷ്ടങ്ങളായ വീരകർമ്മങ്ങളുണ്ടോ അവയെയും ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കും? ദേവിയുടെ പരാക്രമങ്ങളൊക്കെ നിമിഷങ്ങൾക്കുള്ളിലാണ് ദേവി ചെയ്യുന്നത്. അതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ വർണ്ണിക്കേണ്ടത്? എല്ലാ അസുരന്മാരുടെയും ഗണങ്ങളിലും മനുഷ്യരിലും ദേവന്മാരിലും ദേവിയുടെ ഈ അത്ഭുതമായ രൂപം മനസ്സുകൊണ്ട് സ്മരിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെയുള്ള ഈ രൂപത്തെ ഞങ്ങൾ വാക്കുകൾ കൊണ്ട് എങ്ങനെ വർണ്ണിക്കാനാണ്? എല്ലാ ജഗത്കൾക്കും മൂലകാരണം ദേവി അങ്ങാണ്. ദേവിയാകട്ടെ സത്വരജോ തമോ ഗുണങ്ങളോടും കൂടിയതാണ് ദേവി.
കാരണം ദേവി പ്രകൃതിയാണ്. പ്രകൃതി ഈ 3 ഗുണങ്ങളോടും ചേർന്നതാണ്. എന്നാൽ ഈ 3 ഗുണങ്ങളും മനുഷ്യരിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് രാഗാദികളിൽ ആസക്തികളിലൊക്കെ നമ്മൾ പെടുന്നത്. ഇത്തരം ദോഷങ്ങളാൽ ദേവി അതിനോടൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ശിവനാലും വിഷ്ണുവിനാലും അറിയപ്പെടാത്തവളാകുന്നു. എല്ലാറ്റിനും ആശ്രയഭൂതയാകുന്നത് ദേവി അങ്ങാകുന്നു. ഈ ജഗത്ത് മുഴുവൻ ദേവിയുടെ ഒരു അംശമായിട്ട് ഭവിച്ചതാണ്. ദേവി അങ്ങ് മാറ്റങ്ങളില്ലാത്തവളാണ്. എന്തുകൊണ്ടെന്നാൽ പരമാത്മാവിനെ ജീവഭാവത്തെയുണ്ടാക്കുന്ന പ്രകൃതിയാണ് ദേവി. ദേവിക്ക് വേണ്ടപ്പോൾ വേണ്ട ഗുണത്തെ സ്വീകരിക്കാനും വളരെ പെട്ടെന്ന് തന്നെ ആ രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാനും ദേവിക്ക് സാധ്യമാണ്. അതുകൊണ്ട് ദേവി വിഷയങ്ങളിൽ പെട്ടെന്ന് മനുഷ്യരെ പോലെ ഉഴലുന്നില്ല. ദേവിയുടെ ആ പൂർണ്ണ സ്വരൂപം എന്ന് പറയുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും പൂർണ്ണമായി അറിയാൻ സാധിക്കാത്തതാണ്. ആ ദേവിയുടെ രൂപം എന്ന് പറയുന്നത് അത് പൂർണ്ണമായും നമുക്ക് വ്യക്തമല്ല. ഇത്തരത്തിലുള്ള ദേവിയെയാണ് ദേവന്മാർ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അല്ലയോ ദേവി, ഏതൊരു ദേവിയുടെ സോഹ ശബ്ദം കൊണ്ട്, അതിൻ്റെ ഉച്ചാരണം കൊണ്ട് എല്ലാ യജ്ഞങ്ങളിലും എല്ലാ സമൂഹവും തൃപ്തിയെ പ്രാപിക്കുന്നു. ഏതൊരു കർമ്മവും അഗ്നിക്ക് സമർപ്പിക്കുന്നത് സോഹാദേവിയെ സ്തുതിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ദേവന്മാർക്കത് എത്തിച്ചു കൊടുക്കുന്നത് സോഹാദേവിയാണ്. അഗ്നിയെ മാധ്യമമാക്കിയാണ് ചെയ്യുന്നത്. അഗ്നിയുടെ പത്നി സ്ഥാനമാണ് സോഹാദേവിക്ക്. ആ സോഹാദേവിയും ദേവി അങ്ങ് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ പ്രസിദ്ധമായ സോഹാദേവി അങ്ങ് തന്നെയാണ്. ഇനി പിതൃക്കളുടെ ആ കൂട്ടത്തിന് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന നാമം എന്നത് സ്വത എന്നതാണ്. പിതൃക്കളുടെ പത്നിയായിട്ടാണ് സ്വതാദേവിയെ കണക്കാക്കുന്നത്. ഇങ്ങനെ പിതൃക്കളുടെ കൂട്ടത്തിന് തൃപ്തി കൊടുക്കുന്ന ദേവി അതും അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആ പിതൃക്കളെ പ്രീതിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ജനങ്ങളാൽ സ്വത എന്ന് അങ്ങ് ഉച്ചരിക്കപ്പെടുന്നു. അലയോ ദേവി, യജ്ഞങ്ങളുടെ എല്ലാ യജ്ഞങ്ങളിലും അത് ഭുജിക്കുന്നത് നമ്മൾ സമർപ്പണ ബുദ്ധിയെ കൊടുക്കുന്ന എല്ലാ ദ്രവ്യങ്ങളും ആ ദേവന്മാർ ഭുജിക്കുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ യജ്ഞബുക്കുകളായിരിക്കുന്ന എല്ലാ ദേവന്മാരും യാതൊരു സോഹയുടെ ഉച്ചാരണം കൊണ്ട് തൃപ്തിയെ പ്രാപിക്കുന്നുവോ ആ പ്രസിദ്ധയായ മഹാദേവി അലയോ ദേവി അങ്ങ് തന്നെയാണ്. ഇനി പിതൃയജ്ഞങ്ങളിൽ പിതൃശ്രാദ്ധം ചെയ്യുന്ന ജനങ്ങളാൽ പിതൃഗണങ്ങൾക്ക് തൃപ്തി ഹേതുവായി അവരാൽ ഉച്ചരിക്കപ്പെടുന്ന സ്വത എന്ന ശബ്ദവും ദേവി അങ്ങ് തന്നെയാണ്. അലയോ ദേവി, എല്ലാ ജനങ്ങളുടെയും മോക്ഷത്തിന് കാരണമായി നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാൻ അത്രയും കഠിനമായ മഹാവ്രതം, അങ്ങനെയുള്ള നിഷ്ഠകളോടു കൂടിയ വ്രതശുദ്ധിയോടു കൂടിയ ആളുകൾക്ക് മാത്രമേ ആ മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മഹാവ്രതങ്ങളോട് കൂടിയതായി ഭഗവത് വിഷയമായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് യാതൊരു വിദ്യയുണ്ടോ, ഏതൊരു അറിവാണോ നമ്മെ ആ അജ്ഞാനത്തിലേക്ക് ആത്മതത്വത്തിലേക്ക് നയിക്കുന്നത്, ആ വിദ്യ അത് ദേവി അങ്ങാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയുള്ള വിദ്യ ആർക്കാണ് ലഭിക്കുന്നത്? സമസ്ത ദോഷം, രാഗം, കാമം തുടങ്ങിയ ദോഷങ്ങളൊക്കെ ഇല്ലാത്തവർക്ക്, അത് നശിച്ചവർക്ക്, തങ്ങളുടെ ഇന്ദ്രിയങ്ങളൊക്കെ വിഷയങ്ങളിൽ നിന്ന് വിടുവിക്കാൻ സാധിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് ആ ബ്രഹ്മതത്വം സാരമായി ഉള്ളവരായി അത്തരം ആളുകളാൽ ഇത്തരക്കാരാണ് മോക്ഷത്തെ അപേക്ഷിക്കുന്നത്. അങ്ങനെയുള്ള മോക്ഷാർത്ഥികളാൽ ഈ ഒരു വിദ്യ, ദേവി തന്നെയായിരിക്കുന്ന വിദ്യ, ഇത്തരം മുനികളാൽ ആ തത്വത്തെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുക, അതാണ് മുനി. അങ്ങനെയുള്ള മുനിമാരാൽ അഭ്യസിക്കപ്പെടുന്നു. ഇവിടെ എത്തിപ്പെടേണ്ട തത്വവും ദേവി അങ്ങ് തന്നെയാണ്. ആ തത്വത്തെ അറിയാനുള്ള അറിവും ദേവി തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവരെ ഒരു ഗുരുവിൻ്റെ അടുത്തെത്തിക്കുന്നതും ദേവി തന്നെയാണ്. അലയോ ദേവി, ശബ്ദബ്രഹ്മസ്വരൂപിണി, ഏറ്റവും പരിശുദ്ധമായ വേദങ്ങളുടെയും യജസ്സുകളുടെയും ഉച്ചത്തിൽ ഗാനം ചെയ്യുന്നത് അതാണ് സാമവേദം. രമ്യങ്ങളായ പദങ്ങളുടെ പാഠം അതാണ്. അതുകൊണ്ട് ഉച്ചരിക്കപ്പെടുന്നതാണ് സാമവേദം. ആ സാമവേദങ്ങളുടെയും ആശ്രയം നിൻ തിരുവടിയാകുന്നു. 3 വേദങ്ങളാണ് പ്രധാനമായിട്ട് പറയപ്പെടുന്നത്: ഋഗ്വേദം, യജുർവേദം, സാമവേദം. ഈ 3 വേദങ്ങളുടെയും ആശ്രയം ദേവി അങ്ങ് തന്നെയാകുന്നു. ഭഗവതി, ഐശ്വര്യാദി സമ്പന്നങ്ങളായ നിൻ തിരുവടി ആ 3 വേദങ്ങൾ തന്നെയാകുന്നു. ഈ സംസാരം അത് നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുകയാണ്. ആ സംസാര പ്രവർത്തനത്തിനായിട്ട് അതിനെ നടത്തിക്കൊണ്ടു പോകാൻ കൃഷി തുടങ്ങിയ ഉപജീവന മാർഗം, ഇതൊക്കെ സർവോത്തമമായും സർവ്വ അഖില ലോകങ്ങളുടെയും പീഡനാശിനിയായും ദേവി ഇതെല്ലാം അങ്ങ് തന്നെയാകുന്നു. വേദത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പ്രപഞ്ചം നിലനിന്നു പോരുന്നത്. അങ്ങനെയുള്ള വേദസ്വരൂപ ബ്രഹ്മം ദേവി അങ്ങ് തന്നെയാകുന്നു.
ഇതിനിടയിൽ വന്നു ചേരുന്ന പല പീഡകൾ, ദുഃഖങ്ങൾ, അതിനും ആശ്രയിക്കേണ്ടത് ദേവി അങ്ങയെ തന്നെയാകുന്നു. എന്തിനും ഏതിനും ആശ്രയിക്കപ്പെടേണ്ടവർ ദേവി അങ്ങ് തന്നെയാണ്. അല്ലയോ ദേവി, അറിയപ്പെട്ടിരിക്കുന്ന എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരമായിരിക്കുന്ന ഈ സാരങ്ങളെ മുഴുവൻ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് ധരിക്കുന്നതിന് സമർത്ഥമുള്ള ബുദ്ധി വേണം. ആ ബുദ്ധിയാണ് മേധ. അങ്ങനെയുള്ള മേധയായിരിക്കുന്നതും ദേവി അങ്ങ് തന്നെയാണ്. ഇനി ഈ സംസാര സാഗരം കടന്നു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കടക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ സംസാര സമുദ്രത്തിന് ഒരു തോണിയായിട്ട് ദേവി അങ്ങിരിക്കുന്നു. അങ്ങനെ തോണിയായിരിക്കാൻ ദേവിക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ദേവി ഒന്നിനോടും ഒട്ടിപ്പിടിക്കാത്തവളാണ് ദേവി. ദേവിയിൽ അഭയം പ്രാപിച്ചാൽ ദേവി ഈ സംസാര ലോകത്തിൻ്റെ മായാസാഗരത്തിൻ്റെ മറുകരയിൽ എത്തിക്കുന്ന ആ ദേവി. എന്നാൽ ദേവിയോട് അടുക്കാൻ അത്ര എളുപ്പമല്ല. ചിത്തശുദ്ധി വന്ന നിഷ്കാമമായ ഭക്തിയുള്ള ഒരാൾക്ക് മാത്രമേ ദേവിയോട് അടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഏതൊരു ഭക്തന് ദേവിയോട് അടുക്കാൻ സാധിക്കുമോ ആ ഭക്തനെ ദേവി ഈ ദുർഗമമായിട്ടുള്ള ഈ സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുന്നു. മധുകൈടഭന്മാരെ വധിച്ചത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിൻ്റെ മാറിടത്തിൽ വസിക്കുന്ന മഹാലക്ഷ്മി, ആ മഹാലക്ഷ്മിയും ചന്ദ്രശേഖരനായിട്ടുള്ള പരമേശ്വരൻ്റെ മടിത്തട്ടിലിരിക്കുന്ന പാർവതി ദേവിയും രണ്ടല്ല. ദേവി അങ്ങ് തന്നെയാണ്. രജോ ഗുണത്തിൽ മഹാലക്ഷ്മിയായും സാത്വിക ഗുണത്തിൽ പാർവതി ദേവിയായും ഇരിക്കുന്നത് ഒരേ ദേവി തന്നെയാണ്. പല ഭാവത്തിലിരിക്കുന്നത് ദേവിയോടടുക്കുമ്പോൾ എല്ലാം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും എന്നാണ് അർത്ഥം. അല്പം ചിരിയോടു കൂടിയതും നിർമ്മലമായിട്ടുള്ളതും മനോഹരമായ ഇനി ദേവിയുടെ മുഖത്തെ വർണ്ണിക്കുകയാണ്. പൂർണ്ണചന്ദ്രബിംബത്തിന് തുല്യമായിട്ടുള്ള മുഖം, ആ പൂർണ്ണചന്ദ്രനെ അനുകരിക്കുന്നത് പോലെ അത്രയും നിർമ്മലമായിട്ടുള്ള വെളുത്ത സുന്ദരമായ മുഖം. ഇനി ദേവിയുടെ ശരീരത്തിൻ്റെ കാന്തി, ഉത്തമ സ്വർണം പോലെ തിളങ്ങുന്ന കാന്തി, അതിനാൽ ആകർഷിക്കപ്പെടുന്ന ദേവിയുടെ മുഖം. ഇതൊക്കെ ആയിരുന്നിട്ടും ഇങ്ങനെയൊക്കെ സുന്ദരമായ സ്ത്രീയാണ് ദേവി. എന്നിട്ടും ദേവിയെ കണ്ടിട്ട് വളരെ വേഗത്തിൽ കോപത്തോടു കൂടി വന്ന ആ കോപമുണ്ടായ ആ മഹിഷാസുരനാൽ ദേവി പ്രഹരിക്കപ്പെട്ടു. ഇത് അത്ഭുതമാകുന്നു ദേവി എന്നാണ് പറയുന്നത്. ആ ആസുരീക സ്വഭാവമുള്ള ആ മഹിഷാസുരൻ എന്തുകൊണ്ടാണ് ദേവിയുടെ ആ സൗന്ദര്യത്തിൽ മോഹിക്കാഞ്ഞത് എന്ന് പറയാണ്. ഇനി ദേവിയുടെ അത്യന്തികം ജ്വലിക്കുന്ന മുഖത്തെക്കുറിച്ച് പറയാണ്. ദേവി കോപത്തോടു കൂടിയ വളഞ്ഞ പുരികക്കൊടികളെ കൊണ്ട് കാണുന്നവർക്ക് ഭയത്തെ ജനിപ്പിക്കുന്ന ഉദിച്ചു വരുന്ന ചന്ദ്രനെ പോലെയാണ് ദേവിയുടെ മുഖം. അപ്പോൾ ചുവപ്പ് നിറമാണ്, അതിന് തുല്യമായ ഒരു ശോഭ. കോപത്തോടു കൂടിയ അരുണ വർണ്ണത്തോടു കൂടിയ ദേവിയെ കണ്ടിട്ടും, ഇത്രയും കോപാകുലമായ ദേവിയെ കണ്ടിട്ടും ആ മഹിഷാസുരൻ പെട്ടെന്ന് ആ മഹിഷാസുരൻ്റെ പ്രാണൻ വിട്ടുപോയില്ല. അതും അതിശയം എന്നതാണ് പറയുന്നത്. വിട്ടുപോയില്ല എന്നത് യാതൊന്നാണോ അതും ഒരു അത്യധികമായ ആശ്ചര്യമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദേവിയുടെ മുഖത്തെ വർണ്ണിക്കുകയാണ്. യമൻ തന്നെ കോപിച്ചു വന്നാൽ ആ ദർശനം കൊണ്ട് തന്നെ ആളുടെ ജീവൻ പോകും. ആ ദർശനം കണ്ടാൽ പിന്നെ ആരാ ജീവിക്കുക? പക്ഷെ അതുപോലെയുള്ള ദേവിയുടെ മുഖം കണ്ടിട്ട് ആ മഹിഷാസുരൻ പേടിച്ചില്ലല്ലോ. അതും അത്ഭുതം തന്നെ. ദേവി പ്രസന്നയായി ഭവിച്ചാലും അങ്ങ് പരമമായ ലക്ഷ്യമാകുന്നു. ലക്ഷ്യസ്ഥാനം അങ്ങാകുന്നു. ദേവി പ്രസാദിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് ഐശ്വര്യത്തിനായി കൊണ്ട് ഭവിക്കുന്നു. ദേവി പ്രസാദിക്കുകയാണെങ്കിൽ ആ വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയുടെ കുലം മുഴുവൻ അഭിവൃദ്ധിയെ പ്രാപിക്കുന്നു. എന്നാൽ ഇതേ ദേവി തന്നെ കോപിക്കുകയാണെങ്കിൽ വംശങ്ങളെ അതേ വേഗത്തിൽ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് തെളിവോടുകൂടെയാണ് പറയുന്നത്. ഈ ഒരു കാര്യം ഇപ്പോൾ തന്നെ ദേവന്മാർ പറയുകയാണ്. ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. കാരണം ദേവി കുപിതയായപ്പോഴാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ എന്തുകൊണ്ടിത് പറയുന്നു? മഹിഷാസുരൻ്റെ അതിവിശാലത്തോടു കൂടി ആ സൈന്യത്തെ മുഴുവൻ ദേവി അതിനെയൊക്കെ ക്ഷയിപ്പിച്ചു. അതൊക്കെ ക്ഷയിക്കപ്പെട്ടുവല്ലോ ദേവി. ദേവി ഈ ലോകത്തിലെ ജീവിതത്തിന് അങ്ങയുടെ പ്രസാദം കൂടിയേ തീരൂ. അതുകൊണ്ട് ദേവി പ്രസാദിച്ചാലും ഞങ്ങൾക്ക് ആകെയുള്ള ഒരാശ്രയം ദേവിയാണ്. ദേവി അങ്ങ് ആരിലാണോ പ്രസാദിക്കുന്നത്, ഏതൊരുവൾക്ക് ദേവി സദാ എല്ലായ്പ്പോഴും അഭിവൃദ്ധിയെ കൊടുക്കുന്നുവോ എങ്കിൽ അതിനർത്ഥം ദേവി അവരിൽ പ്രസന്നയായിരിക്കുന്നു എന്നാണ്. അവർ തന്നെയാണ്, അവർ താമസിക്കുന്ന ആ പ്രദേശങ്ങളിൽ, ആ ദേശങ്ങളിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നവർ. അവരാണ് സജ്ജനങ്ങൾ. അങ്ങനെയുള്ളവർക്ക് ദേവിയുടെ പ്രസാദം ലഭിച്ചവർക്ക് അവർക്ക് തന്നെയാണ് ധനങ്ങൾ ലഭിക്കുന്നത്. അവർക്കാണ് കീർത്തിയെ ലഭിക്കുന്നത്. ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്ത് അർത്ഥം സമ്പാദിച്ച് അതിലൂടെ അവനവൻ്റെ കാമനകളെ പൂർത്തീകരിച്ച് അവസാനം ദേവിയെ തന്നെ ശരണം പ്രാപിച്ച് മോക്ഷമടയുക. ധർമ്മ അർത്ഥ കാമ മോക്ഷം
ഇങ്ങനെയുള്ള പുരുഷാർത്ഥങ്ങളും അവരിൽ നശിക്കുന്നില്ല. ഇനി അല്ലാതെ ഒരാളുടെ ലൗകികമായ ജീവിതത്തെ സന്തോഷഭരിതമാക്കുന്നത് അവനെ അനുസരിക്കുന്ന മര്യാദയുള്ള സ്നേഹമുള്ള കുടുംബാംഗങ്ങളാണ്. അപ്പോൾ അതും ആ വ്യക്തിക്ക് ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. നല്ല മക്കളുണ്ടാകും, അനുസരണയോടെ അനുസരിക്കുന്ന ഭൃത്യന്മാരുണ്ടാകും, കുടുംബാംഗങ്ങളുണ്ടാകും. അവരെല്ലാം സന്തോഷമായിട്ട് പരസ്പര സഹകരണത്തോടെ ആശ്രയത്തോടെ താമസിക്കുമ്പോഴാണ് ആ വ്യക്തി ധന്യയായി തീരുന്നത്. അങ്ങനെയായി തീരുന്നതും ഭഗവതിയുടെ പ്രസാദം സിദ്ധിച്ചവർ മാത്രമായി തീരുന്നു. അല്ലയോ ദേവി, അങ്ങ് ആർക്ക് പ്രസന്നയായി തീരുന്നുവോ അവർക്കാണ് ധനങ്ങൾ ഉണ്ടാകുന്നത്, അവർക്ക് തന്നെയാണ് കീർത്തികൾ ഉണ്ടാകുന്നത്. അവരുടെ ബന്ധുക്കൾ കൂടി ദുഃഖിക്കില്ല. അവരെപ്പോഴും ധന്യരായിട്ട് ജീവിക്കുന്നു. അവർ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ തേടുന്നു. എത്രയൊക്കെ ധനം അവരിൽ കുമിഞ്ഞു കൂടിയാലും ആ ഒരു ധാർമ്മികത അവരിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ഇങ്ങനെയുള്ളവർ ആ ദേശത്തിലുള്ളവർക്ക് സർവ്വസമ്മതമായി തീരുന്നു. അത്തരക്കാർ എവിടെയും അംഗീകരിക്കപ്പെടുന്നു. ഇതിനെല്ലാം ദേവി അങ്ങയുടെ പ്രസാദമാണ് വേണ്ടത്. അതിനായി ദേവി പ്രസാദിച്ചാലും. അല്ലയോ ദേവി, ദേവിയുടെ പ്രസാദത്താൽ അങ്ങനെയുള്ളവനാണ് സുകൃതി, പുണ്യവാൻ. ആ സുകൃതി അനുദിനം സദാ എല്ലായ്പ്പോഴും അധിക ആദരവോടുകൂടി തനിക്ക് ലഭിക്കുന്നതെല്ലാം ദേവി പ്രസാദത്താലാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾ അഹങ്കരിക്കില്ല. പകരം വീണ്ടും വീണ്ടും ആ ദേവിയോടടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് ചെയ്യുക. സമസ്തങ്ങളായ ധാർമ്മികമായി പ്രാപിക്കേണ്ട കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നു. ധാർമ്മികമായ കാര്യങ്ങൾ മാത്രം ചെയ്ത് ആ സുഹൃതി ജീവിക്കുന്നു. അപ്പോൾ തീർച്ചയായും സ്വർഗത്തെ പ്രാപിക്കുന്നു. ഇനി ആ ആൾ കുറച്ച് വിരക്തനായിട്ട് തൻ്റെ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോഴും ദേവിയെ പ്രാപിക്കുകയാണ് തൻ്റെ ലക്ഷ്യം, തന്നെ അറിയുകയാണ് ലക്ഷ്യം എന്ന ചിന്തയും കൂടി വരികയാണെങ്കിൽ സ്വർഗം മാത്രമല്ല മോക്ഷത്തെയും പ്രാപിക്കും. അതുകൊണ്ട് ദേവി ഈ 3 ലോകത്തിലും ഫലത്തെ കൊടുക്കുന്നവളാണല്ലോ. ദേവലോകത്ത് ദേവന്മാർക്കും ഭൂലോകത്ത് മനുഷ്യർക്കും പാതാള ലോകത്തിലുള്ള അസുരന്മാർക്കു പോലും അവർക്ക് തപസ് ചെയ്താൽ അവർക്ക് വേണ്ടുന്ന വരങ്ങളെ കൊടുക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് തന്നെ ഈ 3 ലോകത്തിലും ദേവി പ്രസാദിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. ദേവിയുടെ പ്രസാദം നിമിത്തം പുണ്യവാനായ പുരുഷൻ ദിനം തോറും എല്ലാ സമയത്തും എല്ലാ ആദരവോടും കൂടി ധർമ്മം കൊണ്ട് പ്രാപിക്കപ്പെടേണ്ട എല്ലാ കർമ്മങ്ങളും യജ്ഞഭാവത്തോടെ ചെയ്യുന്നു. അത് ഹേതുവായിട്ട് ആ വ്യക്തി തീർച്ചയായും സ്വർഗത്തെ പ്രാപിക്കുന്നു. ഇനി വീണ്ടും വീണ്ടും കർമ്മം ചെയ്ത് ആ കർമ്മത്തിൽ നിന്ന് നിവൃത്തി നേടുമ്പോൾ ദേവിയെ അറിയണമെന്ന ആഗ്രഹത്തോടെ പിന്നീട് നിവൃത്തനാകുമ്പോൾ ആ മോക്ഷത്തെയും പ്രാപിക്കുന്നു. ദേവി ദുർഗെ, നമ്മുടെ ആപത്ത് ഘട്ടങ്ങളിൽ ദേവിയെ സ്മരിക്കപ്പെടുകയാണെങ്കിൽ മനുഷ്യന് മാത്രമല്ല ഏത് പ്രാണിയുടെയും അവരുടെ അപ്പോഴത്തെ സങ്കടത്തിന് എന്ത് കാരണമാണോ ഹേതുവായിരിക്കുന്നത് ആ ഭീതിയെ ഇല്ലാതാക്കുന്നു. ഇനി പ്രത്യേകിച്ച് ദുഃഖങ്ങളൊന്നുമില്ല. ദേവിയോടുള്ള ഇഷ്ടം കൊണ്ട് സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ദേവിയെ സ്മരിക്കുകയാണെങ്കിൽ അത്യധികമായ മംഗളത്തെ ശുഭത്തെ പ്രദാനം ചെയ്യുന്ന ബുദ്ധിയെ ദേവി നമുക്ക് തരുന്നു. ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നു ദേവി. അപ്പോൾ നല്ലത് മാത്രം ചിന്തിക്കുന്നു, വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ ജീവിതം ഐശ്വര്യത്തെ തരുന്നു. ഇങ്ങനെ ദരിദ്ര ദുഃഖത്തെ നശിപ്പിക്കുന്ന അല്ലയോ ദേവി, എല്ലാ പ്രാണികൾക്കും ഉപകാരത്തെ ചെയ്യുന്ന. എന്തുകൊണ്ട് ദേവി അങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ ദേവി അമ്മയാണ്. ദേവി സദാ പരമാത്മാവിൻ്റെ മാതൃഭാവമാണ് ദേവി. അമ്മമാർക്ക് മാത്രമേ ഇത്രയും ആർദ്രത മക്കളോട് കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാവരും ദേവിയിൽ ശരണം പ്രാപിച്ചാൽ അവരുടെ കൈ പിടിക്കും ദേവി. അങ്ങനെ എല്ലായ്പ്പോഴും കൃപ കൊണ്ടലിഞ്ഞ ഹൃദയത്തോടു കൂടിയവളായ അല്ലയോ ദേവി, ദേവിയല്ലാതെ മറ്റാരാണ് ആശ്രയം? അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഭക്തനെ ചേർത്ത് പിടിക്കും ആ അമ്മ. ആ ഭക്തന് എന്തു ദുഃഖമാണെങ്കിലും ആ അമ്മ തീർത്തു കൊടുക്കും. പക്ഷേ ഉള്ളിലെ അഹങ്കാരത്തെ മുഴുവൻ വിടണം. എന്തിനും ഏതിനും ഉള്ള ഒരു പരിഹാരം സത്കർമ്മങ്ങൾ മാത്രമാണ്. എന്നിട്ടും ദേവി അസുരന്മാരെ ദേവി വധിച്ചുവല്ലോ. അതെന്തുകൊണ്ടാണ്? അതിന് ദേവന്മാർ കാണുന്ന ഉത്തരം ഇതാണ്. ദേവി ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാകാം ആ അസുരന്മാരെ വധിച്ചത്. എന്തെന്നാൽ ആ അസുരന്മാർ കൊല്ലപ്പെട്ടാൽ ഈ ലോകം സുഖത്തെ പ്രാപിക്കും. അങ്ങനെ പ്രാപിക്കട്ടെ. ഇനി ആ അസുരന്മാർ ഈ ലോകത്തിൽ എത്ര കാലം ഇങ്ങനെ ജീവിക്കുമോ അത്രയും കാലം പാപം ചെയ്ത് അവർ ആ മഹാവ്യാധിയും ആദിയും ഒക്കെ തരുന്ന ആ ഒരു നരകത്തിനായിക്കൊണ്ട് അവർ പാപത്തിനെ ചെയ്യും. അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് അവരെ കാലപുരിയിലേക്ക് അയച്ചാൽ അത്രയും പാപം കുറഞ്ഞു കിട്ടുമല്ലോ. ഇനി ഇവരൊക്കെ യുദ്ധവീരന്മാരാണ്. അങ്ങനെയുള്ള യുദ്ധത്തിൽ വധിക്കപ്പെട്ടാൽ വീരസ്വർഗം പ്രാപിക്കാമെന്നാണ്. അതാരായാലും ശരി. അതുകൊണ്ട് ഇവർ യുദ്ധത്തിൽ മരിക്കുക എന്ന ആ ശ്രേഷ്ഠതയെ പ്രാപിച്ചിട്ട് സ്വർഗത്തെ പ്രാപിക്കട്ടെ.
ദേവി ഇങ്ങനെ വിചാരിച്ചിട്ടല്ലേ ദേവി അങ്ങ് ആ ശത്രുക്കളെ കൊല്ലുന്നത്? തീർച്ചയാണത്, ഞങ്ങൾക്ക് ഉറപ്പാണത്. യഥാർത്ഥത്തിൽ ദേവിക്ക് അവരെ ആയുധം കൊണ്ട് വധിക്കണമെന്നില്ല, ഒരു നോട്ടം കൊണ്ട് തന്നെ ഇല്ലാതാക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് എന്ന് പറയാണ്. ദേവി എല്ലാ അസുരന്മാരെയും ആ ദർശനം കൊണ്ട് തന്നെ ഭസ്മമാക്കി ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? കാരണം ശത്രുക്കളിൽ അങ്ങനെ ആയുധത്തെയാണ് ദേവി പ്രയോഗിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ അവർ ശത്രുക്കളാണെങ്കിൽ പോലും ദേവിയുടെ ആ കയ്യിലുള്ള ദേവിയാൽ പരിശുദ്ധമാക്കപ്പെടുന്ന ആ ആയുധം കൊണ്ട് ദേവി ശത്രുക്കളെ വധിക്കുമ്പോൾ ആ ആയുധം കൊണ്ട് തന്നെ അവർ പരിശുദ്ധമാക്കപ്പെട്ടു. അങ്ങനെ ആയുധം കൊണ്ട് ശുദ്ധന്മാരായിട്ട് സ്വർഗാദി ലോകാദികളെ പ്രാപിക്കട്ടെ എന്നാണ് ദേവി ആഗ്രഹിക്കുന്നത്. ഇപ്രകാരം ദേവിക്ക് ഹിതം ചെയ്യാത്ത ശത്രുക്കളിൽ കൂടെ ദേവി അനുഗ്രഹ ബുദ്ധിയെ ചെയ്യുന്നു. നിശ്ചയമായും ദേവി അങ്ങയുടെ ഉഗ്രങ്ങളായ വാളിൻ്റെ കാന്തി സമൂഹത്തിൻ്റെ എല്ലായിടത്തുമുള്ള പ്രസരിപ്പ് കൊണ്ടും അപ്രകാരം ദേവിയുടെ ശൂലത്തിൻ്റെ അഗ്രഭാഗത്തിൻ്റെ കാന്തിയുടെ ആ സമൂഹം കൊണ്ടും ഈ കാന്തി കൊണ്ട് തന്നെ ശരിക്കും ആ അസുരന്മാരുടെ കണ്ണിൻ്റെ കാഴ്ച പോകാത്തത്. അത്രയും പ്രഭയാണ് ഈ വാളിൻ്റെ പ്രഭയ്ക്കും ശൂലത്തിൻ്റെ കാന്തിക്കുമൊക്കെ. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാത്തത്? കാരണം അവർ ദേവിയുടെ മുഖത്താണ് നോക്കിയത്. അത് എങ്ങനെയുള്ളതാണ്? അമൃത് പൊഴിക്കുന്ന അർദ്ധചന്ദ്രനോട് കൂടിയ ദേവിയുടെ ആ മുഖത്തെ നോക്കി നിന്നാൽ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവരായ ആ അസുരന്മാരുടെ കണ്ണുകൾ നാശത്തെ പ്രാപിച്ചില്ല, അവർ അന്ധരായില്ല എന്നത് ഈ കാരണം കൊണ്ട് തന്നെയാണ്. ദേവി അങ്ങയുടെ സ്വാഭാവികമായ കാരുണ്യമാകുന്ന ആ ഒരു ഗുണം തന്നെ ദുർജനങ്ങളുടെ അവരുടെ ചിത്തവൃത്തിയെ ഇല്ലാതാക്കുന്നതാണ്. അപ്രകാരം ദേവിയുടെ രൂപമാകട്ടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കാത്തതാണ്. മറ്റു വസ്തുക്കളോട് തുലനം ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ദേവിയുടെ മുഖത്തോട് ഉപമിക്കാൻ ഈ പ്രപഞ്ചത്തിൽ തന്നെ യാതൊരു വസ്തുവുമില്ല. ദേവിയുടെ വീര്യമാകട്ടെ അസുരന്മാരുടെ ഘാതകനാകുന്നു. ഇപ്രകാരം ശത്രുക്കളിൽ കൂടി ദേവി അങ്ങയാൽ കൃപ പ്രകാശിക്കപ്പെട്ടിരിക്കുന്നു. അത് നിശ്ചയമാണ്. ദേവിയുടെ ദർശനം തന്നെ ദുർജനങ്ങളുടെ ഉള്ളിൽ ആ കാലുഷ്യത്തെ ഇല്ലാതാക്കുന്നു. അങ്ങനെ അവർക്ക് പോലും മാറാൻ സാധിക്കുന്നു. ഭക്തന്മാർക്ക് ഇഷ്ടവരങ്ങളെ ദാനം ചെയ്യുന്ന അല്ലയോ ദേവി, അങ്ങനെയുള്ള അങ്ങയുടെ ഈ പരാക്രമത്തിനെ എന്തിനോടാണ് ഉപമിക്കുക? ഒന്നിനോടും ഉപമിക്കാൻ സാധിക്കില്ല. ശത്രുക്കൾക്ക് ഭയത്തെ ഉണ്ടാക്കുന്ന അതേസമയം ഭക്തന്മാർക്ക് അതിമനോഹരമായിരിക്കുന്ന രൂപം രണ്ടും ദേവിയിലുണ്ട്. ഭക്തന്മാർക്ക് അവരുടെ ഉള്ളിൽ മാതൃവാത്സല്യത്തെ ഉണ്ടാക്കുന്നതാണ്, ആ വാത്സല്യത്തെ ഉണർത്തുന്നതാണ് ദേവിയുടെ രൂപം. ഇങ്ങനെ ഒരു രൂപമാറ്റം സംഭവിക്കാൻ സാധിക്കുന്നത് മറ്റെവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും? തന്നെ ആശ്രയിക്കുന്നവരോട് മനസ്സിൽ അനുകമ്പ, എന്നാൽ തന്നോട് എതിർക്കാൻ വരുന്നവരോട് സമര നിഷ്ഠൂരത, യുദ്ധത്തിൽ അങ്ങേ അറ്റത്തെ ക്രൗര്യം, ഇത് ഈ മൂന്ന് ലോകത്തിലും ദേവി ഇത് അങ്ങയിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ദേവിയാൽ ഈ മൂന്ന് ലോകവും ശത്രുനാശം കൊണ്ട് ഈ മൂന്ന് ലോകം മുഴുവനും രക്ഷിക്കപ്പെട്ടു. യുദ്ധഭൂമിയിൽ ശത്രുഗണങ്ങൾ ദേവിയുടെ ശത്രുഗണങ്ങൾ ഹനിക്കപ്പെട്ടിട്ട് അവർക്കും നല്ലതാണ് ലഭിച്ചത്. അവർ സ്വർഗത്തിലേക്ക് നയിക്കപ്പെട്ടു. ഇനി ദേവന്മാർ പറയുന്നു, ഞങ്ങൾക്ക് അവരാൽ ഉണ്ടായിരുന്ന ഭയവും ദൂരീകരിക്കപ്പെട്ടു. ഇങ്ങനെ എല്ലാം കൊണ്ടും എല്ലാവർക്കും നല്ലത് സംഭവിച്ചു. അതുകൊണ്ട് ദേവി അങ്ങേക്കായിക്കൊണ്ട് ഞങ്ങളുടെ നമസ്കാരം. ഇനി ദേവിയോട് ഓരോ ആയുധങ്ങളെ കൊണ്ടും ഞങ്ങളെ പരിപാലിക്കൂ എന്നാണ് പറയുന്നത്. ദേവി ശൂലായുധം കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും, ദേവി വാൾ കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും, ദേവി മണിനാദം കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും, വില്ല് കുലയ്ക്കുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ ആ ശബ്ദം കൊണ്ടും ഞാണൊലി കൊണ്ടും ഞങ്ങളെ രക്ഷിക്കൂ ദേവി. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും, തൻ്റെ ശൂലായുധത്തിൻ്റെ ആ ചുറ്റിക്കൽ കൊണ്ട് കിഴക്ക് ദിക്കിൽ ഞങ്ങളെ രക്ഷിച്ചാലും ചണ്ഡികെ, അപ്രകാരം പടിഞ്ഞാറേ ദിക്കിലും തെക്കേ ദിക്കിലും വടക്ക് ദിക്കിലും ദേവി ഞങ്ങളെ രക്ഷിച്ചാലും, ഈ മൂന്ന് ലോകങ്ങളിലും ദേവിയുടെ ഏത് സുന്ദരമായ രൂപങ്ങളും എന്നാൽ ചിലത് അതിഭയങ്കരമായ രൂപങ്ങളുമായിട്ട് ഇങ്ങനെ ഏത് രൂപത്തിലായാലും ദേവി ആ രൂപങ്ങളെ കൊണ്ട് തന്നെ ദേവി ഞങ്ങളെയും അതുപോലെ ഈ ഭൂമിയെയും രക്ഷിച്ചാലും ദേവി. ദേവന്മാരാണ് പറയുന്നത്, ഭൂമിയിലുള്ള ചരാചര ജീവജാലങ്ങളെയും രക്ഷിച്ചാലും ദേവി. സൃഷ്ടി സ്ഥിതി ചെയ്യുന്ന സമയത്ത് ദേവി സൗമ്യഭാവത്തിലാണ്, എന്നാൽ സംഹാരത്തെ ചെയ്യുന്ന സമയത്ത് ദേവി ഘോര രൂപത്തിലാണ്. അംബികെ ദേവി, അങ്ങയുടെ നല്ല തളിരിലകൾ പോലെയുള്ള കൈകളിൽ പിടിച്ചിരിക്കുന്ന ദേവിയുടെ ആ മിനുത്ത ആ കൈ തളിരിലകളിൽ വെച്ച് പിടിച്ച് ദേവി പ്രയോഗിക്കുന്ന ഏതൊക്കെ ആയുധങ്ങളുണ്ടോ, ഖഡ്ഗം, ശൂലം, ഗദ, അസ്ത്രാണി ഇവയൊക്കെ, അതിനാൽ എല്ലായിടത്തും ഞങ്ങളെ രക്ഷിക്കൂ ദേവി. ഇനി ഋഷി സുമേധസ് മഹർഷി പറയുകയാണ്. ഋഷി പറഞ്ഞു, ഇപ്രകാരം ഈ രാജ്യത്തിനെ ഈ ജഗത്തിനെ മുഴുവൻ ധരിക്കുന്ന പരിപാലിക്കുന്ന ആ ദേവി ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവളായിട്ട് വെറുതെ സ്തുതിക്കുക മാത്രമല്ല, ദിവ്യങ്ങളായ ദേവലോകത്തെ നന്ദനോദ്യാനത്തിൽ ഉണ്ടായ പല നിറത്തിലും മണത്തിലുമുള്ള പുഷ്പങ്ങളാലും
അപ്രകാരം തന്നെ ദിവ്യങ്ങളായ സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ടും ആരാധിക്കപ്പെട്ടു. ഇങ്ങനെ എല്ലാ ദേവന്മാരാലും അത്യധികമായ ഭക്തിയോടുകൂടെ ആ സ്വർഗത്തിലുണ്ടായ ധൂപങ്ങളെ കൊണ്ട് നല്ലവണ്ണം പൂജിക്കപ്പെട്ട ആ ദേവി പ്രസന്നയായിട്ട് തന്നെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദേവന്മാരോടുമായി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ദേവന്മാരെ, ഇനി എന്നിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ സ്വീകരിച്ചാലും അതിനെ വരിച്ചാലും. അങ്ങനെ ദേവന്മാർക്ക് വരം കൊടുക്കുവാനായി ദേവി തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ ദേവന്മാർ ചോദിക്കുന്നത് വളരെ വിശാലമായ ഒരു ആഗ്രഹമാണ്, ഒരു പ്രാർത്ഥനയാണത്. ദേവന്മാർ ഇപ്രകാരം പറയുകയാണ്, ദേവിയോട് പറയുകയാണ്: യാതൊന്ന് ഞങ്ങളാൽ പ്രാർത്ഥിക്കപ്പെട്ടിട്ട് ഞങ്ങളുടെ ശത്രുവായ ഈ മഹിഷാസുരൻ ഹനിക്കപ്പെട്ടുവോ? അതുകൊണ്ട് തന്നെ ദേവിയാൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ ദേവി ഭംഗിയായിട്ട് സർവ്വവും ചെയ്യപ്പെട്ടു. ഇനി ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്കിനി ഒരാഗ്രഹവും അവശേഷിക്കുന്നില്ല. എന്നാൽ ദേവി മഹേശ്വരി, അങ്ങയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരം തരണമെന്ന് ദേവി അങ്ങ് ആഗ്രഹിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ ദേവി. ഇപ്പോൾ ഞങ്ങൾ തൃപ്തരാണ്, എങ്കിലും ഇനിയും ഞങ്ങൾക്ക് ആപത്തുകൾ സംഭവിച്ചേക്കാം. അപ്പോഴൊക്കെ ഞങ്ങളാൽ സ്മരിക്കപ്പെടുമ്പോഴൊക്കെ ദേവി ഞങ്ങളുടെ ആ പരമമായിട്ടുള്ള, ഞങ്ങളെക്കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കാത്ത ആ അത്യാപത്തുകളെ ദേവി ഇതുപോലെ വന്നിട്ട് നശിപ്പിച്ചാലും. ഇനി ഇതിലൊക്കെ അപ്പുറത്ത് മനുഷ്യർക്കു വേണ്ടിയും ആ ദേവന്മാർ വരത്തെ പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ പ്രസന്നവദനയായ ദേവി, യാതൊരു മനുഷ്യനാണോ ഈ സ്തോത്രങ്ങളെ കൊണ്ട് ദേവിയെ നിത്യം ഭക്തിയോടെ സ്തുതിക്കുന്നത്? അങ്ങനെയുള്ള അവനെ, ആ ഭക്തനെ ദേവി ഞങ്ങളിൽ പ്രസാദിച്ച പോലെ അവരിലും ദേവി പ്രസാദിക്കണം. എന്നിട്ട് ദേവി ആ ഭക്തന് ജ്ഞാനം, സമൃദ്ധി, ധനത്തെ കൊടുത്തിട്ട് അതിന് സമൃദ്ധിയെ കൊടുക്കണം. ഇങ്ങനെ എല്ലാം കൊണ്ട് കൂടെയുള്ള ഐശ്വര്യത്തോടു കൂടെ ധനം, ഭാര്യ, സമ്പത്ത്, മക്കൾ, ഇങ്ങനെ ഒരിക്കലും നശിക്കാത്ത ആ സമ്പൽ സമൃദ്ധിയെ കൊണ്ട് ദേവി എല്ലായ്പ്പോഴും അവരെ അനുഗ്രഹിച്ചാലും. ഇനി ഋഷി പറയുകയാണ്, സുമേധസ് മഹർഷി പറയുകയാണ്: സുരത മഹാരാജാവേ, ഇപ്രകാരം ദേവന്മാരാൽ 3 ലോകത്തിലെയും ജനങ്ങൾക്കായി കൊണ്ട് പ്രാർത്ഥിക്കപ്പെട്ട അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിക്കപ്പെട്ടതിനാൽ അവിടെ ദേവി പ്രസാദിക്കുന്നത് ആ ഇടുങ്ങിയ ചിന്താഗതിക്കല്ല, വിശാലമായ ചിന്താഗതിയോടു കൂടെയുള്ള ഈ പ്രാർത്ഥന കേട്ടിട്ട് പ്രസാദിച്ച ആ കാളീദേവി ശരി അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും അന്തർധാനം ചെയ്തു. ഞാനങ്ങനെ ചെയ്തു കൊള്ളാം എന്ന് ദേവി തരുന്ന ഉറപ്പാണത്. അല്ലയോ രാജാവേ, 3 ലോകത്തിൻ്റെയും ഹിതത്തെ ആഗ്രഹിക്കുന്നവളായ ആ ദേവി ദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്ന് യാതൊരു പ്രകാരമാണോ ദേവി മുൻപ് പ്രത്യക്ഷപ്പെട്ടത്, ഇതൊക്കെ പറഞ്ഞുകൊടുത്തു. ഈ ചരിതമൊക്കെ എല്ലാം ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇതുകൊണ്ടും തീർന്നിട്ടില്ല. ദേവി വീണ്ടും ദേവന്മാർക്ക് ഉപദ്രവം ചെയ്ത ദൈത്യന്മാരുടെയും ശുംഭനെന്നും നിശുംഭനെന്നും പേരുള്ള അസുരന്മാരുടെയും വധത്തിനായിക്കൊണ്ട്, അങ്ങനെ ഈ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായിക്കൊണ്ടും യാതൊരു പ്രകാരം പാർവതീദേവിയുടെ ദേഹത്തിൽ നിന്നും ഉണ്ടായോ അതുപോലെ എങ്ങനെയാണോ ഉണ്ടായത് ആ കഥ അതുപോലെ തന്നെ ഞാൻ താങ്കളോട് പറയാം. അത് ഞാൻ എങ്ങനെയാണോ പറയാൻ പോകുന്നത് അത് ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. ഈ സ്തുതിയെ മഹിഷാസ്കന്ദരി സൂക്തം എന്നും അറിയപ്പെടുന്നു. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.